ആത്മാവിലെ ദൈവത്തെ ആരാധിക്കാൻ ഒരു അവസരം കൂടെ ദൈവം നമുക്ക് നൽകി തരുന്ന ഓർത്ത് എല്ലാവരും നിമിഷം ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതിനെ തുറന്ന് അതിന് പലവന സ്തോത്രയാഗം ദൈവത്തിൽ അർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വകരേറ്റിയാട്ട്. ഉന്നതങ്ങളിൽ വസിക്കുന്നവൻ, താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നവൻ, സ്വർഗ്ഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠം. ഹല്ലേലൂയ. ആ പാദാന്തികയെ നമുക്ക് അടുത്ത് വന്ന് ആ പാദാന്തികയെ അണഞ്ഞുകൊണ്ട് കർത്താവേ, അബ്ബാ പിതാവിനെ വിളിപ്പാൻ ദൈവം നമുക്ക് നൽകി തരുന്ന ഭാഗ്യ പദവിക്കായി ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, ചെയ്ത ഉപകാരങ്ങൾക്ക്, നടത്തിയ വിധങ്ങൾക്ക് നന്ദി. ഹല്ലേലൂയ. അവിടുത്തെ ഞങ്ങളുടെ ജോലി ചെയ്ത അത്ഭുതങ്ങൾക്കായി, വലിയ അത്ഭുത പ്രവൃത്തികൾക്കായി, ഹല്ലേലൂയ, നടത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്ത് ഹല്ലേലൂയ കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. We praise you God. Hallelujah. We glorify your holy name. We bless your holy name. Hallelujah. Hallelujah. കുഞ്ഞുങ്ങളുമായി ചേർന്ന് ഹല്ലേലൂയ, ഈ സഹോദരങ്ങളുമായി ചേർന്ന് മാതാപിതാക്കളോടൊപ്പം ഒക്കെ ആയിരിക്കാൻ കർത്താവ് നമുക്ക് തരുന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഈ അവസാന മാസത്തിലും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, വാഗ്ദത്ത നിവർത്തികൾ പ്രാപിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കേണ്ടതിനായി എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ച് ഇതുപോലെ കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തുതി സ്തോത്രയാഗം അർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. ഈ പ്രായം നമ്മൾ തന്നെ ആരാധന ദിവസത്തിൽ വരുവാനിടയായി തീരട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ പാദാന്തി അണയുവാൻ ഞങ്ങൾ തരുന്ന സമയത്തിനായി സ്തോത്രം. ഈ വർഷക്കാലം നേതൃത്വം ഞങ്ങൾ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ഈ അവസാന മാസത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കുന്നല്ലോ. അവിടുത്തെ കരുണയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ദൈവിക വാഗ്ദത്തങ്ങൾ അനവധിയായി അത് ഞങ്ങളുടെ മധ്യേ അങ്ങ് നിവർത്തിച്ച് കൃപയ്ക്കായി സ്തോത്രം. അത് ഞങ്ങളോടുള്ള അവിടുത്തെ കരുണയാകിയാൽ, അവിടുത്തെ നീതിയാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലവും തിരുസന്നിധിയിൽ ആരാധനയ്ക്കായി ഞങ്ങൾ അണഞ്ഞിരിക്കുമ്പോൾ കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ കർത്താവ് ഉണ്ടാകണമേ. അവിടുത്തെ പാദപ്പെടുന്ന അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഞങ്ങൾ ഏവരെയും അങ്ങ് സഹായിക്കണം കർത്താവേ. അവിടുത്തെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറച്ചാട്ട് ശുശ്രൂഷകളെല്ലാം അങ്ങ് ആശീർവദിക്കണം. തിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് അവിടുത്തെ പാദപ്പെടുത്തലായിരുന്ന അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ സ്വർഗ്ഗീയ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഹല്ലേലൂയ. തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലല്ലോ. ഇന്ന് പകൽക്കാലം ആ തിരുമുഖ ശോഭ കണ്ട് ആനന്ദിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ഹല്ലേലൂയയിൽ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ഞങ്ങൾ ചോദിക്കുന്നു. അവിടുത്തെ നാമം ഞങ്ങൾ മഹത്വപ്പെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ദിവസത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തിന്റെ അവസാന മാസം ഡിസംബർ മാസത്തിലേക്ക് പ്രവേശിപ്പാൻ അതിന്റെ ഒന്നാം ദിവസം തന്നെ ഹല്ലേലൂയ ദൈവത്തിൽ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് തരുന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇനിയും വാഗ്ദത്ത നിവൃത്തികൾ നമുക്ക് ലഭിക്കാനുണ്ട്. സ്തോത്രം. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആ വാഗ്ദത്ത നിവൃത്തികളൊക്കെ ദിവസത്തിൽ പ്രാപിപ്പാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ആരാധനയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ദൈവസന്നിധാനമേ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ വാസ്തവമായി ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം അനുഭവിച്ചതിനായി അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ സഹോദരനോട് ചേർന്ന് പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ കഴിഞ്ഞ മാസവും അമ്മ ഹല്ലേലൂയ അതിശയകരമായ അത്ഭുതകരമായി നമ്മളെ കാത്ത കർത്താവിന് അമ്മ താഴ്ചകൾ ഉണ്ടാകാമായിരുന്നു, വീഴ്ചകൾ ഉണ്ടാകാമായിരുന്നു. എങ്കിലും അവിടെയൊക്കെ നമ്മെ താങ്ങിയ അക്കരം നമ്മെ കർത്താവിന്റെ കരമാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരൊക്കെ തുടച്ച് ഒരു സന്തോഷവും ആനന്ദവും നൽകി ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ വഹിച്ച കർത്താവിനെ ഇന്ന് പകൽക്കാലം നന്ദിയോടെ അവനെ ധ്യാനത്തോടെ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപമായും ഞാൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപമായും ഞാൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങിയെന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിലെനിക്കവൻ
രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത കർത്താവിന്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ നമുക്കടയിൽ ഒരു ദൈവത്തെ സ്തുതിച്ചാണ്. ദൈവസ്ഥലായിരിക്കുമ്പോൾ ആ ദൈവിക അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുവാൻ നമ്മെ തന്നെ ദിവസങ്ങളിൽ നമുക്ക് കാലം ഒരുക്കി അടുത്ത കാലം ചേർന്ന് പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ദിവസം നിൽക്കാം. Hallelujah. Let's all stand in the presence of God as we are going to sing the second song. Hallelujah. ആദ്യകാല അഭിഷേകം. Hallelujah. ആദ്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ജനത്തെ ദൈവസഭയെ ദൈവം ഒരുക്കിയെടുക്കുമ്പോൾ ഈ ദിവസങ്ങളെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി. Hallelujah. സ്തോത്രം. അസ്ഥിയുടെ താഴ്വരയിൽ വെളിപ്പെട്ട ആ ദൈവശക്തി. Hallelujah. Praise the Lord. കർമ്മേൽ ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ട അഗ്നി പോലെ. Hallelujah. സീനായുടെ മുകളിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം പോലെ ഈ ദിവസങ്ങളിൽ ആ തികഞ്ഞ ദൈവ സാന്നിധ്യം നമുക്ക് ആവശ്യമാണെന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് സ്തോത്രം. Let us, hallelujah, be convinced that we need such an anointing these days. Hallelujah. Praise the Lord. അങ്ങനെ ഒരു അഭിഷേകം നമ്മൾ എത്രവർ ആഗ്രഹിക്കുന്നു. കാലം ഹല്ലേലൂയ അവിടുത്തെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. മോശം പറഞ്ഞു, if your presence is not going with us, do not send us. Hallelujah. സാന്നിധ്യം ഞങ്ങൾക്ക് മുൻപായി പോകുന്നില്ല, നിങ്ങൾ പുറപ്പെടുവിക്കരുത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നാം അടുത്ത ചുവടെടുത്ത് വെക്കുവാൻ അല്പം താമസിച്ചാലും സാന്നിധ്യത്തിന്റെ മറവിൽ മാത്രം നമുക്ക് അടുത്ത ചുവടെടുത്ത് വെക്കുവാനിടെ ആയിത്തീരേണ്ടതിനാൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കാലം ചേർന്ന് പാടാം. അതേകാല അഭിഷേകം സകല ജനത്തിന്മേലുള്ള പാട്ട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. I'm
പ്രാർത്ഥിക്കും. ഒരുമിച്ച് പ്രിയ സഹോദരനോട് ചേർന്ന് ആരാധന തുടർന്ന നിമിഷങ്ങളെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Glory to God. യേശുവിന്റെ കഥാജെ. Name of Jesus. ആരാധന പ്രാർത്ഥനയും ദൈവം സാക്ഷ്യങ്ങളും വചനങ്ങളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ നോക്കാൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാനും ദൈവം ഞങ്ങൾ നന്മകളെ പ്രാപിച്ചു പോകാൻ പ്രയാസമായ വചനം പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവാനുഗ്രഹമാക്കി തീർക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാം വിശ്വസിക്കുന്നത് തന്നെ. പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Let us stand in the presence of God for psalm reading and exhortation. 139 സങ്കീർത്തനം വാക്യപ്രകാരമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 139. സങ്കീർത്തനം Psalm 139. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, നിന്റെ കൈയിന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ കൂടും? ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ ഇരുട്ടനെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഞാൻ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികളോട് നിനക്ക് മറവായിരുന്നില്ല. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. ദൈവമേ, നീ ദുഷ്ടനെ ഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ട് പോകുവേ. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് തീർക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ദൈവമേ, എന്നെ ശോധന എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്നെ നിന്നെ പോലെ അറിയണം. അടുത്ത വാക്യം ചേർന്ന് വായിക്കാം. ബസ്സിലുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഹല്ലേലൂയ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. ഹല്ലേലൂയ. എന്നെ പരീക്ഷിച്ച് എന്നെ നിന്നെ പോലെ അറിയണമേ. ഹല്ലേലൂയ. Search me, O God, and know my heart. Hallelujah. Try me and know my thoughts. Hallelujah. Praise the Lord. ബസ്സിലുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി. Hallelujah. Praise the Lord. Lead me in the way of everlasting. Hallelujah. ഇതിനകത്ത് പകൽക്കാലം ദൈവസംഗമായിരിക്കുമ്പോൾ കർത്താവേ, ശാശ്വത മാർഗം എനിക്ക് കാണിച്ചു തരുവാൻ അവിടുത്തെ സാന്നിധ്യത്താൽ, അവിടുത്തെ നടത്തിപ്പിനാൽ കർത്താവ് ഇടയാക്കണമെന്ന് പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ ശാശ്വതമായതിലേക്ക്, നിലനിൽക്കുന്നതിലേക്ക്, എന്നേക്കുമുള്ളതിലേക്ക് നമ്മെ നടത്തുവാൻ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ അവസാന മാസത്തിലും പ്രവേശിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. നമ്മെ വിട്ടുപോയ 12 മാസങ്ങൾ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാണ്. Let us give thanks to God for all the days of our life, especially this year. 11 months has passed. Hallelujah. We have reached the last month of this year. Now God has been so faithful to us. Let us thank God for His faithfulness. Hallelujah. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. Hallelujah. ഈ അവസാന മാസവും പ്രാപിക്കേണ്ട ചിലത് ഹല്ലേലൂയ ആണ്ടും കാലവും കഴിയുമ്പോൾ ഇതിന്റെ പ്രവൃത്തി അറിയിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിവൃത്തി പ്രാപിക്കേണ്ടതിനായി നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയോട് അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ കർത്താവിനെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ വഴി നടത്തിയ ദൈവത്തിന്റെ കൃപ
കൃപയ്ക്കായി ഞങ്ങൾ നമ്മെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ചേർന്ന് ഞങ്ങളുടെ ദൈവസ്ഥലമേ ആരാധിപ്പാൻ കർത്താവ് തരുന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ വശത്തുള്ള മാർഗം ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ അങ്ങ് ഞങ്ങളെ നടത്തേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഇത് പകൽക്കാലം ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കാൻ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം മാനം മഹത്വമിക്ക് യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദൈവത്തിലിരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായി വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധാനത്തില് ഈ ഡിസംബർ മാസത്തിന്റെ പ്രാരംഭ ദിവസം ഹല്ലേലൂയ സ്തോത്രം ഞായറാഴ്ച പകൽക്കാലം ദൈവപാദത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. നമ്മെ വിട്ടുപോയ 11 മാസങ്ങളിൽ ദൈവത്തിന്റെ പരിപാലനം, സൂക്ഷിപ്പ്, നടത്തിപ്പ്, അനുഗ്രഹങ്ങൾ, വാഗ്ദത്ത നിവർത്തികൾ, സ്തോത്രം, വെല്ലുവിളികളുടെ നടുവിൽ നമ്മെ ഇത്രത്തോളം മുന്നേറുവാൻ കർത്താവ് സഹായിച്ചു. ദൈവസഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി നമ്മെ കർത്താവ് സഹായിക്കുന്ന കൃപകൾക്കായി ദൈവത്തിന് നന്ദി അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന കൃപയ്ക്കായി നന്ദി എന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് സമയത്ത് വിനിയോഗിക്കാം. വായിച്ച സംഗീതത്തിന്റെ ഭാഗത്തേക്ക് നടന്നു വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ. ഇത് 24 വാക്യങ്ങളുള്ള വലിയൊരു സങ്കീർത്തനമാണ്. ഇന്ന് പകൽക്കാലം അതിൽ നിന്ന് മുഴുവൻ സംസാരിപ്പാൻ ഞാൻ പല പ്രാവശ്യം നാം ഇത് സ്തോത്രം ഇവിടെ ചിന്തിച്ചിട്ടുള്ള സങ്കീർത്തനമാകിയാൽ സ്തോത്രം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. So the verse 4. മതി. ഹല്ലേലൂയ. നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേൽ. ഇന്നലെ വൈകിട്ട് ഞാൻ പല പ്രാവശ്യം ഈ വാക്യം പറയുകയുണ്ട്. സ്തോത്രം. New Living Translation says like this. It says like this very clear. Kids, are you listening? Verse 4 in the New Living Translation. You know what I am going to say, even before I say it. Lord, praise God. Hallelujah. Even before we say it. ഒരു വ്യക്തി പറഞ്ഞെങ്കിൽ മാത്രമേ അവരെന്താ പറഞ്ഞെന്ന് നമുക്കറിയുള്ളൂ അല്ലേ? Here it is very clearly saying, you know what I am going to say, even before I say it. Praise God. പല കാര്യങ്ങളും നമുക്ക് പറയണമെന്നുണ്ട്, നമ്മൾ പറയാറില്ല അല്ലേ? സത്യമല്ലേ? പറയാൻ വന്ന പല കാര്യങ്ങളും വിഴുങ്ങിയിട്ടില്ലേ? സ്തോത്രം. ആ വിഴുകിയതും ദൈവത്തിന് അറിയാം. Hallelujah. The words we wanted to say, but we swallowed it because of the circumstances, because of the situation, because of the people around us. But even if we did not say that, ദൈവം അതിനെ ഒരു വാക്കായി സ്തോത്രം അല്ലെങ്കിൽ എന്നോട് കടന്നു പറഞ്ഞാൽ നാം അതിനെ പറഞ്ഞതായി കണ്ടറിയുന്ന ദൈവമാണ്. So many times we will say sorry about what we said, but how many of you are sorry or apologize to God himself? നമുക്ക് ആളുകളോട് പറയാൻ കഴിയില്ല, കാരണം പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് അറിയത്തില്ല. ബട്ട് നാം പറയാതെ വിഴുങ്ങിപ്പോയതിന് ദൈവത്തോട് നമ്മൾ വിഷമം പറഞ്ഞിട്ടുണ്ടോ? So the psalmist is going deep down into the situation where how God would like us to be holy in the presence of God. Hallelujah. വിശുദ്ധിയുടെ നിർവചനം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു അവൻ വിശുദ്ധനാകയാൽ. സ്തോത്രം. He's quoting from the Old Testament, but he's saying be holy because നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ഭർത്താവ് വിശുദ്ധനായതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഭാര്യ വിശുദ്ധയായതുകൊണ്ടല്ല, സ്തോത്രം, അല്ലെങ്കിൽ ഇന്ന് ഞായറാഴ്ചയാ അതുകൊണ്ട് വിശുദ്ധീകരിക്കണം എന്നുള്ളതല്ല. Praise the Lord. The holiness standard that we are supposed to have is from God himself. Praise the Lord. നമ്മെ വീണ്ടെടുത്ത കർത്താവാണ് വിശുദ്ധിയുടെ മാനദണ്ഡം നമുക്ക് നൽകി തരുന്നത്. Praise the Lord. അതിൽ കുറഞ്ഞ വിശുദ്ധി ദൈവം നമ്മിൽ നിന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. So always when we are satisfied within ourselves, when we think that it's okay, we make our own standards. Hallelujah. ഇവിടെ സംഗീതക്കാരൻ പറയുകയാണ് സ്തോത്രം. Hallelujah. When I think about my relationship with you, when I am thinking about how I am going to be in your presence, hallelujah, ഞാൻ നിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് എന്നെ പരിശോധിക്കുക. Praise the Lord. Forget about all our life situations. Hallelujah. When we approach God, when we are in the presence of God, we know the story, the parable that Jesus Christ says. കർത്താവ് പറയുന്ന ഉപമ നിങ്ങൾക്കറിയാം. ചുങ്കക്കാരനും പരീശനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോയി. സ്തോത്രം. ദൈവസന്നിധിയോട് അടുത്ത് എന്നപ്പോൾ Praise the Lord. Hallelujah. When he approached the presence of God, hallelujah,
when we approach the prayer, the place of prayer, hallelujah, ആ പ്രാർത്ഥന സന്നിധിയിൽ ചെന്നപ്പോൾ, hallelujah, praise the Lord, ദൈവം നോക്കിയത് അവർ രണ്ടുപേരുടെയും ഹൃദയങ്ങളെ, രണ്ടുപേരുടെ ഹൃദയങ്ങളെ. പുറത്ത് ഈ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറും മുമ്പ് അവരുടെ ജീവിതങ്ങൾ വ്യത്യസ്തമാണ്, നമുക്കറിയാം. ചുങ്കക്കാരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയാം, പരീക്ഷയുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയാം. പക്ഷേ the attitude towards God with regard to the moment where they experience the presence of God, hallelujah, that is very important, hallelujah. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവസന്നിധിയിൽ, hallelujah, കർത്താവ് നമ്മോട് കാണിക്കുന്ന കരുണയുടെ ആഴം, hallelujah, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവസന്നിധിയിൽ വരുമ്പോഴാണ്. Many times we take things for granted, but when you are in the presence of God, there is a psalm, hallelujah, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, സ്തോത്രം, യഹോവേ നീ മുഴുവനും അറിയാതെ, even before I say it, you know, hallelujah. അപ്പോൾ അതൊരു വലിയ ഹൈ പ്രോസസിംഗ് യൂണിറ്റ് ആണ്, hallelujah. നമുക്കറിയാലോ, ഒരു വാക്ക് പറയണമെങ്കിൽ ഒരു വാക്ക്, when we have to say a word, we respond in the fraction of a second, അല്ലേ? ഇതെല്ലാം കേട്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറുപടി പറയും, അല്ലേ? സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ തലച്ചോറ് പ്രോസസ് ചെയ്യുന്നത്? സ്തോത്രം. ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിക്കാത്ത ഭാഷ നമ്മൾ പറയും, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ഡിക്ഷണറി ഇല്ലാത്ത പദങ്ങളൊക്കെ നമ്മൾ പറയും. ബെഞ്ചിരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. യൂണിവേഴ്സിറ്റി പഠിക്കുന്നവർക്കറിയാം, അവിടുന്ന് പഠിപ്പിച്ചതല്ല, പക്ഷെ നമ്മൾ പറയും വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. പക്ഷേ ഇവിടെ പറയുകയാണ്, അത് ദൈവത്താൽ സംഭവിക്കണമെങ്കിൽ, ദൈവഹിതപ്രകാരമുള്ളതായിരിക്കണമെങ്കിൽ, പറഞ്ഞു നമുക്ക് പോട്ടെ, സ്തോത്രം, പറയുന്നതിനേക്കാൾ പുറകോട്ട് ചിന്തകരം പോവുകയാണ്. ഇത് പറയാൻ പറഞ്ഞത്, സ്തോത്രം. നമ്മളിപ്പോൾ പറയും, എനിക്ക് ഏതാണ്ടൊക്കെ പറയാനുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല, സ്തോത്രം. അത് കേൾക്കുന്ന ആൾക്കറിയത്തില്ല എന്താണ്, പക്ഷെ ആർക്കറിയാം? പരിശുദ്ധാത്മാവിനറിയാം. ഹല്ലേലൂയ. ഇതറിയാം നമ്മുടെ മുമ്പിൽ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, ഹല്ലേലൂയ, നമ്മൾ പറയാൻ വരുന്ന ആ ഒരു പ്രോസസ്സിംഗ്, അത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നടക്കുന്നതാണ്. അതിന്റെ പൂർണ്ണ നിയന്ത്രണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതാണവൻ ഞായറാഴ്ച രാവിലെ ഈ വേദോത്സവം എടുത്ത് പൊടി തട്ടി വന്ന ഒക്കത്തില്ല, സ്തോത്രം. ആത്മാവിനെ ഒരു നടപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, സ്തോത്രം. നമ്മുടെ ആത്മീയതയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരളവാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച ഒത്തിരി സംഭവങ്ങളൊക്കെ നേടിയ ആളുകളാണ്, സ്തോത്രം. നമുക്ക് ഒത്തിരി ആത്മീയ പൈതൃകം പറയാനുണ്ടാകാം. ഇന്നും സ്തോത്രം, ഐറ്റിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ പ്രോസസിംഗ് യൂണിറ്റ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രൊസസർ പരിശുദ്ധാത്മാവിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. അതോ ഞായറാഴ്ച രാവിലെ ഇങ്ങോട്ട് വരുമ്പോഴാണ്, സ്തോത്രം, നമുക്കെല്ലാം പ്രൊസസർ നമ്മൾ കംപ്ലീറ്റ്ലി ദൈവത്തിന് അടിയറ വെക്കും, കാര്യം സാധിക്കേണ്ടി വരുമ്പോൾ, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. എനിക്കൊരു വിഷയം, എന്റെ തലമുറയുടെ ഒരു വിഷയം വന്നു കഴിഞ്ഞാണല്ലോ, ഞാൻ ദൈവസ്ഥലം നെടുമ്പാട് വീഴും. അതിനാരും ഈ ക്ലാസ് കേട്ട ആവശ്യമില്ല, സ്തോത്രം. ദൈവസ്ഥലം വരുമ്പോൾ അറിയാതെ എന്റെ കണ്ണുനീര് ഒഴുകും. എന്റേതായ ഒരു ആവശ്യം വരുമ്പോൾ, അല്ലേ? മലയാളക്കാരിലിരിക്കുന്ന കൂടുതൽ കുഞ്ഞുങ്ങളുടെ വിഷയം വന്നാൽ നമ്മുടെ കണ്ണെന്നറിയാതെ നമുക്ക് അന്നേരം പിന്നെ ഹല്ലേലൂയ മറ്റൊന്നും നമ്മുടെ ചിന്തയല്ല, നാം അറിയാതെ ദൈവസ്ഥലം നെടുമ്പാട് വീഴും, നാം തകർക്കപ്പെടുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, അതേ മനോഭാവം ദൈവസ്ഥലിൽ വിശുദ്ധിയെ കാത്തുകൊള്ളുവാൻ നമുക്ക് ആത്മഭാരം ഉണ്ടാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഭൗതിക വിഷയത്തിന്റെ മേൽ, എന്റെ തലമുറയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, ഞെരുങ്ങുന്ന ഒരു വിഷയത്തിന്റെ മേൽ എന്റെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചേ മതിയാകൂ എന്നുള്ളൊരു ഒരു ഘട്ടത്തില് ഞാൻ ദൈവത്തോട് എത്രമാത്രം അടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ദൈവം ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഒരു മനോഭാവം വിശുദ്ധിയെ കാത്തുകൊള്ളുവാൻ എനിക്ക് ആത്മഭാരം. I need to have a burden in the same way to keep myself holy in the presence of God. Hallelujah. If that happens, hallelujah, if that is our attitude towards God with regard to a holy life, hallelujah, what happens, you know, there is no need for you to search for God. Hallelujah. He is right there before you. Hallelujah. Praise the Lord. Hallelujah. യഹോവേ, കണ്ടെത്താവുന്ന കാലത്ത്, ഹല്ലേലൂയ, അവനെ അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദൈവം എങ്ങനെ നമ്മളോട് അടുത്തിരിക്കുന്നത്? When God is so near to you. ഹല്ലേലൂയ. മോശയോട് കർത്താവ് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. പ്രിയമുള്ളവരെ, വിശുദ്ധിയുടെ നിർവചനത്തില്, വിശുദ്ധിയുടെ മാനദണ്ഡത്തില് നാം ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോഴാണ് ദൈവം നമ്മുടെ അടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ അടുത്തിരിക്കുന്നത് എപ്പോഴാണ് ദൈവം നമ്മുടെ അടുത്തിരിക്കുന്നത്? ദൈവം നമ്മുടെ അടുത്തിരിക്കുന്നത്
ആലയത്തിൽ ആരാധനയ്ക്ക് വരുമ്പോഴാണ് വിചാരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, യോസേഫ് ദൈവത്തെ അടുത്തറിഞ്ഞു. ഹല്ലേലൂയ. ഒത്തിരിപേരുടെ ഭവനത്തില് അവൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോൾ അവൻ അറിയുവാൻ കഴിഞ്ഞു, എന്റെ ദൈവം എന്റെ അടുത്തുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരുടെ മുമ്പിൽ അവൻ തള്ളപ്പെട്ടപ്പോൾ അവന് ദൈവത്തിന്റെ സാന്നിധ്യം അടുത്തറിയുവാൻ കഴിഞ്ഞു. എപ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യം അടുത്തറിയുന്നത്? ഹല്ലേലൂയ. എല്ലാവരും ഒറ്റപ്പെടുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അടുത്തറിയണമെങ്കിൽ ഇതിന് കാര്യം തീരുമാനിക്കണം. വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ ഞാനും ദൈവവുമായുള്ള ബന്ധത്തിൽ ഇടയ്ക്കൊന്നുമില്ല. ഹല്ലേലൂയ. There is nothing between me and God when it comes to the matter of holiness. ഹല്ലേലൂയ. വിശുദ്ധിയുടെ കാര്യം വരുമ്പോൾ ഞാനും ദൈവം തമ്മിൽ അകൽച്ചയില്ല. എന്റെയും ദൈവത്തിന്റെയും ഇടയിൽ മറ്റൊന്നുമില്ല. Praise the Lord. When it comes to the matter of holiness, that is a moment. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സത്യകാരൻ പറയുകയാണ്, അങ്ങനെ ഒരു അവസ്ഥയിൽ, അങ്ങനെ ഒരു അനുഭവം, such an experience, such an experience, such an attitude, അങ്ങനെ ഒരു അനുഭവം, അങ്ങനെ ഒരു മനോഭാവമുള്ള സത്യകാരൻ പറയാ, even before I say a word, you know that. എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ചില കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ, സഹോദരങ്ങളോ മറ്റാരെങ്കിലും വരുമ്പോൾ നമ്മൾ ഒരാളുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല വീട്ടിലുള്ളതാ, 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അച്ഛനകത്തോട്ട് പോകും അല്ലേ? എന്തിനാണ്? സഹോദരിയോട് ഡിസ്കസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ അന്നേരം ഒന്നും പറയുന്നില്ല, ഐ വിൽ ടെൽ യു ലേറ്റർ എന്ന് പറയും. എന്തിനറിയാമോ? സ്തോത്രം. ഡിസ്കസ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയാ. സ്തോത്രം. അത് ഡിസ്കസ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ പറയും. That happens in every family. Most of the time. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒരു വാക്ക് പറയും മുമ്പ് പോയി ദിവസത്തിൽ പോയി പ്രാർത്ഥിക്കാനുള്ള സമയം കാണത്തില്ല. പക്ഷേ പെട്ടെന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിൽ, പെട്ടെന്നൊരു റെസ്പോണ്ട് കൊടുക്കേണ്ട സാഹചര്യത്തിൽ ഒറ്റ നിമിഷമാണ്, ഒരു നിമിഷമല്ല, it won't take even one moment, within a fraction of a second you can deal with the Holy Spirit, and even before you say it, God approves it. Hallelujah. നിങ്ങൾ മനസ്സിലാക്കുക, കർത്താവേ നിന്റെ അപ്രൂവൽ അതിന്മേലുണ്ട്. എന്നാൽ ഹല്ലേലൂയ ചിലത് മിണ്ടാതിരിക്കേണ്ടി വരുമ്പോൾ, no, it is not having God's approval to say that right now. ദൈവത്തിന്റെ അപ്രൂവൽ ഇല്ല. പ്രിയമുള്ളവരൊന്ന് ചിന്തിച്ചേ, ഒരു വളരെ മൈന്യൂട്ടായ കാര്യങ്ങളോട് പറയുന്നത്, പക്ഷേ അതിൽ ദൈവം വലിയ സ്ഥാനം അനുഭവിക്കുന്നു. Yes, hallelujah. ദൈവം, God is very much considerate about such a small thing. നമുക്ക് എപ്പോഴും പറയാം, കർത്താവ് അബദ്ധം പറ്റിപ്പോയി, അന്നേരം എന്റെ ദേഷ്യത്തിലൊക്കെ പറഞ്ഞു പോലെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്ഷമ കിട്ടുവയ്ക്കാം. ദൈവം കാരണമുള്ളവരാ, ക്ഷമിക്കും. പക്ഷേ do we have such a spiritual exercise in our life? Praise the Lord. Hallelujah. നമുക്കറിയാമല്ലോ, മരുന്ന് കഴിക്കേണ്ട സമയം അറിയാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഡയബറ്റിക് ഒക്കെ ഉള്ളവരാ, ഡോക്ടർമാർ പറയുന്ന ബെനിഫിറ്റ്, ഡോക്ടർമാർ പറയുന്ന ഹല്ലേലൂയ ആ മുറ അനുസരിച്ച് ഹല്ലേലൂയ 30 മിനിറ്റ് മുമ്പ് ഇൻസുലിൻ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ 29 മിനിറ്റ് പോലും നമ്മൾ സഹിക്കത്തില്ല അല്ലേ? കറക്റ്റ് 30 മിനിറ്റ് അലാറം വെച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. But what about keeping a holy life? Praise the Lord. ഹല്ലേലൂയ. ദൈവത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി വേണം. ഹല്ലേലൂയ. ദൈവത്തിൽ നമ്മൾ കാര്യം പറയുന്നതൊക്കെ ദൈവം സാധിച്ചു തരണം. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. Even in that gap, hallelujah, of a fraction of a second, you are dealing with God. Hallelujah. അങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്ന സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവസന്നിധിയിൽ അപ്രകാരം ഒരു അവസ്ഥയിലേക്ക് തന്റെ ജീവിതത്തിൽ എത്തേണ്ടി വന്നു. ഹല്ലേലൂയ. ദാവീദ് വിചാരിച്ചു, നാളത്തേക്ക് വെക്കാം, വിശുദ്ധിക്ക് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വേർപാടിന്, പരിശുദ്ധിക്ക്, ഹല്ലേലൂയ, ദൈവത്തിൽ ഹല്ലേലൂയ വേണ്ടതുപോലെ ആയിത്തീരുന്നതിന്, ക്രമീകരിക്കപ്പെടുന്നതിന് ഒക്കെ ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ ദാവീദിന്റെ അന്തപുരത്തിലേക്ക് നാഥാൻ പ്രവാചകരെ അയച്ചിട്ട് ദൈവം പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തിയേ കഴിയൂ. ഹല്ലേലൂയ. ഒരു നിമിഷത്തേക്ക് പോലും ദൈവം മാറ്റിവെക്കുവാൻ പാടില്ല. ദൈവം നെടുമ്പാട് വീഴുവാൻ, കരയുവാൻ, നിലവിളിക്കുവാൻ ഒരു മടങ്ങി വരവ് ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് എവിടെ നിന്നാണോ വീണത്, എവിടെ നിന്നാണോ വഴിവിട്ടു മാറിയത്, എവിടെ നിന്നാണോ ഡൈവേർട്ടായി പോയത്, അവിടേക്ക് അവരെ മടങ്ങിക്കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിനിടയായി. ഹല്ലേലൂയ. ഇത് നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ട ദിവസം നടക്കാം. നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം, കർത്താവേ ഇത് പകൽക്കാലം അങ്ങ് ആഗ്രഹിക്കുന്ന അവസ്ഥകളായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഇത് ഒരു നിമിഷം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. Even before I say hallelujah, my Lord knows. Hallelujah. The Holy Spirit knows that. Hallelujah. Because how much is that is my attachment towards my God. Hallelujah. That much is my attachment towards God. That much is the way I deal with God. Hallelujah.
ഇന്ന് മുതൽക്കാല ദൈവസന്നിധിയിൽ വിശുദ്ധിയുടെ മാനദണ്ഡം ഹല്ലേലൂയ നമ്മുടെ വാക്കില്, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഹല്ലേലൂയ ഓരോ ചിന്തയിലും ആ ദൈവത്തിന്റെ വിശുദ്ധി ഹല്ലേലൂയ കാത്തുകൊള്ളുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കുള്ള കർത്താവേ നീ മുഴുവനും അറിയാതെ ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ നമുക്ക് കാര്യങ്ങളെ കേൾപ്പിച്ച് ആലോചിക്കുക. സ്തോത്രം. പലപ്പോഴും ഹല്ലേലൂയ many times we take things for granted. Hallelujah. We would like to say sorry to you after such many things happen. Hallelujah. But help us to keep the standard of your holiness. അവിടുത്തെ വിശുദ്ധിയുടെ മാനദണ്ഡം കാത്തുകൊള്ളുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. അതിനായി ഇന്ന് പകൽക്കാലം ഞങ്ങളെ സമർപ്പിക്കുക. ഞങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യണമേ, ഞങ്ങളെ കഴിവുകളെ ശുദ്ധീകരിക്കണമേ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. Hallelujah. Now kids will come forward. They have to go for the practice. So they will come forward for the memory verse. Please, kids, come first. Okay, come first. Seek the Lord, for he may be found. Call upon him while he is near. Let the wicked forsake their way, and the unrighteous know their thoughts. Let him return to the Lord, and he will worship him, to our God, for he will abundantly pardon. Isaiah 55, verse 6 and 7. Proverbs 11, verses 5 to 6. The righteous will endure. The righteous of the blameless will direct his way aright, but the wicked will fall in his own wickedness. The righteousness of the upright will deliver them, but the unfaithful will be caught in his own blood. Blessed are those that fear not, for they shall see God. Amen. Praise the Lord. Psalms 15, verses 1 to 2. Hear a just cause, O Lord, attend to my cry. Give an ear to my prayer, and not from deceitful lips. Praise The God. fear of the Lord is the beginning of knowledge, but fools despise wisdom and instruction. Proverbs 1, verse 7. Praise God. Trust in the Lord with all your heart. Don't be understanding all of it. All of him, he may abide faith. Praise God. Call to me, and I will answer you, and show you great Lord our God. Amen. Praise God. You shall love the Lord your God with all your soul, with all your heart, with all your soul, with all your strength. Deuteronomy 6, verse 5. Praise God. Jesus said, and the way, truth, and life. No one comes to a Father except through me. John 14, verse 6. Amen. John 1:12. Yet to all who did receive him, to those who believed in his name, he gave the right to become children of God. Create in me a clean heart, O God, and renew a right spirit within me. Do not cast me away from your presence, and do not take your Holy Spirit from me. Restore unto me the joy of salvation, and I shall uphold it with my gentle spirit. Psalms 51, verse 10 to 12.
verses 13 and 14. I would have lost heart unless I had believed that I would see the goodness of God in the land of the living. Wait on the Lord, be of good courage, and he shall strengthen your heart. Wait, I say, on the Lord. Then I said, O Lord God, behold, I do not know how to speak, for I am only a youth. But the Lord said to me, do not say I'm only a youth, but to all whom I send you, you shall go, and whoever I command you, you shall speak. Do not be afraid of them, for I am with you to deliver you, declares the Lord. Jeremiah 1:6-8. You search me, you know my sitting down and my standing up. You know my thoughts from afar. You comprehend my path and my lying down, and you are hard. Psalms 139, verses 1-3. Where there is no ox, there will be opening trough, but much increase will form by the strength of an ox. Where a faithful witness does not lie, but a false witness will upright lies. Proverbs 14, verses 1-2. മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം സുന്ദരരൂപനെ ഞാൻ വിവേകമതിൽ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം സുന്ദരരൂപനെ ഞാൻ വിവേകമതിൽ വേഗം കാണാം മൽപ്രേമകാന്തനെ കാണാം കൽപ്പനയെ സഹിച്ചവരും കല്ലേറാനിയിൽ കൊണ്ടു മരിച്ചവരും ും
ശുശ്രൂഷയ്ക്കായി സമയത്തെ വേർതിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ദൈവജനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കുകയാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ പകൽക്കാലം തിരിക്കാം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ, ദ പ്രോമിസസ് ഓഫ് ഗാഡ്, ഇതിന്റെ 3-ാം ഭാഗം, 3rd പാർട്ടിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. ഈ ദിവസങ്ങളിൽ പ്രത്യേകാൽ ദൈവിക വാഗ്ദത്തങ്ങളെ കുറിച്ച് ഉള്ള സ്തോത്രം ഈ വേദഭാഗം ചിന്തിപ്പാൻ പ്രധാനമായ കാരണം വർഷത്തിന്റെ അവസാനം, വർഷത്തിന്റെ പ്രാരംഭത്തിലാണ് പലപ്പോഴും നാം പ്രോമിസ് വേഴ്സസ് ഒക്കെ ചിന്തിക്കുന്നത്. എന്നാൽ സ്തോത്രം ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലും ചില വാഗ്ദത്ത നിവൃത്തികൾ നാം പ്രാപിക്കേണ്ടതുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ചില വിഷയങ്ങൾ നാം പ്രാർത്ഥിച്ചു. സ്തോത്രം. പലതിനും ദൈവം നമുക്ക് മറുപടി നൽകി തന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോഴും തീർന്നു പോയിട്ടില്ല. ഈ വർഷക്കാലം ഇനിയും ദൈവത്തിന്റെ ചില അത്ഭുത പ്രവൃത്തികൾ നമുക്ക് വേണ്ടി വെളിപ്പെടാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാണ്. ആ ഒരു ചിന്തയിലാണ് കഴിഞ്ഞ 2 ആഴ്ചയായി ഈ ദൈവിക വാഗ്ദത്തങ്ങളെ കുറിച്ച് ചിന്തിപ്പാൻ ഇടയായിരിക്കുന്നത്. വാഗ്ദത്തങ്ങളെ കുറിച്ച് നാം പലപ്പോഴും ചിന്തിക്കും. When we look into the promises of God, many times the first name that comes into our mind is Abraham, the father of faith, who famously known as father of faith. Abraham ദൈവസന്നിധിയിൽ വാഗ്ദത്തം പ്രാപിച്ചു. The promises that Abraham has received from God, even now the effect is there. Praise the Lord. Even now we are enjoying the effect or blessings of those promises that Abraham has received from God Almighty. Praise the Lord. ദൈവത്തിൽ നിന്ന്, വലിയവനായ ദൈവത്തിൽ നിന്ന് അബ്രഹാം പ്രാപിച്ച വാഗ്ദത്തം. Praise the Lord. That was not Abraham's choice. It was a blessing that God has given to Abraham as God has counted him as righteous. A person. Praise the Lord. ദൈവം അബ്രഹാമിനെ നീതീകരിച്ചു. സ്തോത്രം. ആ ദൈവം നീതീകരിച്ചതിന്റെ പിന്നാലെ സ്തോത്രം ദൈവം നൽകിയ, നീതീകരിപ്പാനായി ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാമിന്റെ മേൽ ദൈവം ചില വാഗ്ദത്തം നൽകി. സ്തോത്രം. ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അബ്രഹാം ചോദിച്ച കാര്യങ്ങളാണ് പലപ്പോഴും ദൈവം നൽകിയത്. സ്തോത്രം. അബ്രഹാം ചോദിച്ച കുറെ കാര്യങ്ങളുണ്ട്. അബ്രഹാം ദൈവത്തെ പിൻപറ്റുവാൻ ആശിച്ചതും ആ ചില കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു ചിന്ത കൊണ്ട്. സ്തോത്രം. അബ്രഹാമിന് ഒത്തിരി വിടുതലിൽ ആവശ്യമുണ്ടായിരുന്നു. He needed a lot of deliverance. He needed a lot of answers to his prayer. All those things are right. But God's promise had a wider outlook towards Abraham's life. അബ്രഹാമിന്റെ ജീവിതത്തെ സംബന്ധിച്ച് നോക്കിയാൽ ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിന്റെ ആയുസ്സോ അബ്രഹാമിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തലമുറയിലേക്ക് മാത്രമല്ല, സ്തോത്രം, ലോകാവസാനം വരെ, സ്തോത്രം, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ 2ാം വരവ് വരെ ഉള്ള സമയത്തേക്ക് എഫക്റ്റ് ഉള്ള ഒരു വാഗ്ദത്തം അബ്രഹാം ദൈവം നൽകിയത്. അത്ര ആഴമേറിയ വിശാലമായ ഒരു കാഴ്ചപ്പാട്. സ്തോത്രം. അബ്രഹാമിന്റെ ജീവിത കാലങ്ങളിൽ അബ്രഹാം പ്രാപിപ്പാൻ ഇടയായി തീർന്നത് ഈ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ ആരംഭം ദൈവം കൊടുത്ത വാഗ്ദത്തത്തോടുകൂടി. ദൈവത്തിന് ഒരു വ്യക്തിയെ വേണമായിരുന്നു. Praise the Lord. God needed a man, a person for him to pour out the blessings, pour out those promises, so that God can deliver the humanity, hallelujah, through those promises. അബ്രഹാമിന് നൽകിയ വാഗ്ദത്തങ്ങളുടെ നിവൃത്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലങ്ങളിൽ പോലും നമുക്ക് അത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. കാൽവരിയിലെ യാഗം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ ആലയം, പ്രൈസ് ദി ലോർഡ്, ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തത്. അങ്ങനെ അനേക നാഴികക്കല്ലുകൾ ദൈവസന്നിധിയിൽ നാം കാണുമ്പോൾ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നുള്ള അവരുടെ വിടുതൽ. സ്തോത്രം. ഹല്ലേലൂയ. ഫറവോന്റെ മേൽ ഇസ്രായേൽ ദേശം കൈക്കൊണ്ട ജയം, അനേക രാജ്യങ്ങളുടെ മേൽ, ഹല്ലേലൂയ, അമാലേക്കിന്റെ മേല്, മറ്റനേക ജാതികളുടെ മേൽ ദൈവം തന്റെ ജനത്തിന് നൽകിയ വിടുതല്. സ്തോത്രം. ഇതൊക്കെ നാം ചിന്തിച്ചാൽ ഇത് മാത്രമല്ല, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവജനം, സ്തോത്രം, നാം ഓരോരുത്തരും പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങൾ, അതിന്റെ ഒക്കെ പിന്നിൽ അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തങ്ങളുണ്ട്. എത്ര പേരെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. യഹോവ ഇരേ എന്ന് പറഞ്ഞ് ഈ ദിവസത്തിൽ ഒരു വിടുതലിനെ പ്രാപിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ പിന്നിൽ അബ്രഹാമിന് ദൈവം നൽകിയ, അബ്രഹാമിന് മുന്നിൽ ദൈവം വെളിപ്പെട്ട, ഹല്ലേലൂയ, ആ ദൈവിക വാഗ്ദത്തങ്ങളുണ്ട്. സ്തോത്രം. എൻകൗണ്ടറിംഗ് ദ പ്രോമിസസ് ഓഫ് ഗോഡ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തവുമായി നാം എതിർപ്പെടുന്ന ഒരു സമയമുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ നിവൃത്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പ്രോമിസ് കൊടുക്കാറുണ്ട്, അല്ലേ? സ്തോത്രം. എന്റെ മോനെ എന്റെ അടുത്ത് വന്ന് പ്രോമിസ് ചോദിക്കാറ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഡേവിഡിന്റെ ബർത്ത്ഡേ പോയിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, മൈ ബർത്ത്ഡേ വേർ ഐ എം ഗോയിങ് എന്നോട് ചോദിച്ചു.
അപ്പൊ അന്നേരമേ ഞാൻ വാക്ക് കൊടുക്കണം. സ്തോത്രം. അവന്റെ ബർത്ത്ഡേക്ക് അവനെ ഇവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പിള്ളേർ വളരെ ട്രിക്കിയാണ്. അവർക്കറിയാം എപ്പോ ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്നൊക്കെ അവർക്കറിയാം. അവൻ ആവുന്ന ശ്രമിച്ചു എന്നെ കൊണ്ടൊരു പ്രോമിസ് ചെയ്യിപ്പിക്കാൻ. അതിന്റെ ഫുൾഫിൽമെന്റ് ആണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലേ? സ്തോത്രം. പക്ഷേ ഈ വാക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊക്കെ നമ്മൾ ചെയ്യും. എന്നാൽ ഇത് ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന പ്രോമിസ് ഇതെല്ലാം മാതാപിതാക്കൾ ദേശത്തായിരിക്കുമ്പോൾ പിള്ളേരെ ഒരു ലെവലിൽ കൊണ്ടുപോയാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അറിയാം. സ്തോത്രം. അതുകൊണ്ട് അവർക്ക് നാം ഒരു കാര്യം പറഞ്ഞത് ചെയ്തു കൊടുക്കുമ്പോൾ സ്തോത്രം അവരോടി നമ്മളിത് കെട്ടിപ്പിടിക്കുകയോ ഒരു താങ്ക്സ് പറയോ ഹഗ് ചെയ്യോ അവരുടെ സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കുമ്പോഴോ നമ്മുടെ അസറ്റ് അതാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളവർക്ക് ചെയ്തു കൊടുത്തതിന്റെ ആ വാല്യൂ അല്ല. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മോട് കാണിക്കുന്ന ഒരു സ്നേഹം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മോട് കാണിക്കുന്ന ആ ഒരു ബഹുമാനം, അവരുടെ അപ്പനെന്ന അമ്മയെന്ന കരുതലില് ഹല്ലേലൂയ ആ കുഞ്ഞുങ്ങളും അപ്പനും തമ്മിലുള്ള സ്നേഹം നമുക്കെപ്പോഴും ഇമ്പോർട്ടൻസ് എന്തുവാണ്? ആ ബന്ധമാണ്, അല്ലെ? ആ ഊഷ്മളത, ആ ഒരു മൊമെന്റ്, ഹല്ലേലൂയ, അത് വലിയ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. We don't care about that money we spend. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനകത്ത് കുഞ്ഞുങ്ങളുമായിട്ടുള്ള നമ്മുടെ ആ ഒരു സംസർഗത്തിന്റെ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് എൻജോയ് ചെയ്യുന്നവരാണ് മാതാപിതാക്കൾ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവവും നമുക്ക് സ്തോത്രം വാഗ്ദത്തങ്ങൾ നൽകുമ്പോൾ അതിന്റെ നിവൃത്തിയിൽ സ്തോത്രം ദൈവത്തിൽ ലഭിക്കുന്ന ഒരു മഹത്വം. സ്തോത്രം. അത് മാത്രമല്ല, ദൈവം ആഗ്രഹിക്കുന്ന ഒരു അളവുണ്ട്. സ്തോത്രം. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിലെ ചിന്തകൾ വളരെ ലിമിറ്റഡ് ആയിരുന്നു. സ്തോത്രം. അബ്രഹാമിന്റെ പ്രതീക്ഷകൾ ലിമിറ്റഡ് ആയിരുന്നു. എത്ര വിശ്വാസികളുടെ പിതാവാണെന്ന് പറഞ്ഞാലും അബ്രഹാം മാനുഷികമായ ഒത്തിരി ബൗണ്ടറി വെച്ചാണ് ആ വാഗ്ദത്തത്തെ താൻ ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചത്. He wanted to limit the promises within the boundaries of his own mind. Praise the Lord. ഇതൊക്കെയാണ് ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അതിന്, നിനക്ക് തലമുറയെ തരുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ, അതെല്ലാം അബ്രഹാം ഒരു സഞ്ചി തയ്പ്പിച്ചുകൊണ്ടാണ് പോയത്, അല്ലേ? സ്തോത്രം. അബ്രഹാമിന്റെ സഞ്ചിയിൽ ഉൾക്കൊള്ളുന്നതായിരുന്നില്ല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ വ്യാപ്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ആഴം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എവിടെ നിന്നുകൊണ്ട് അബ്രഹാമിന്റെ ആത്മിക സന്തതികളായി നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ അബ്രഹാം ഒരിക്കലും ചിന്തിച്ചില്ല ഇത്രമാത്രം വിശാലമായ ഒരു അനുഗ്രഹത്തിന്റെ കലവറയാണ് ദൈവം തനിക്ക് കൊടുത്ത ഒരു വാചകത്തിൽ, ഒരു വാക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന അനുഗ്രഹമെന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് വിഴുന്നുകൊണ്ട് ഒരു ദൈവപൈതൽ യഹോവ ഇരേ എന്ന് പറയുമ്പോൾ അബ്രഹാം മല കയറിയപ്പോൾ പറഞ്ഞ വാക്കിന്റെ ആഴം ഓർത്ത് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ എഫക്ട് ഓർത്ത് നോക്കിയേ. പ്രിയമുള്ളവരെ, ദൈവമക്കളെ പറയട്ടെ, പിതാക്കന്മാരെ പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇന്ന് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ദൈവസന്നിധിയിൽ പറയുന്ന ഒരു സാക്ഷ്യം, ഹല്ലേലൂയ, നിങ്ങളുടെ തലമുറകൾ പിൽക്കാലത്ത് ഏറ്റു പറയുവാനിടയായി തീർന്നാൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അതാണ് നമ്മുടെ ആത്മിക പൈതൃകം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ നേടിയൊന്നുമല്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കിയത് ഭൗതികമായതിനേക്കാളെല്ലാം അപ്പുറമായി ദൈവം ആഗ്രഹിക്കുന്നത് തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന, പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവമായി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, ഹല്ലേലൂയ, ഞങ്ങളെ വഴി നടത്തി എന്ന് ദൈവത്തിൽ പറയുമ്പോൾ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾക്ക് അതിന് പുറപ്പെടുവാൻ നമുക്ക് കഴിയത്തില്ല. അവിശാലമായ ചിന്തയോടെ ഇന്ന് പകൽക്കാലവും വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, if you are praying for the fulfillment of certain promises, even towards the end of this year, even towards the first day of the last month of this year 2024, hallelujah, do you believe, hallelujah, God can still do it? Hallelujah. ദൈവത്തിന് ഇപ്പോഴും ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കേ, ഈ വർഷക്കാലം ചിലത് എനിക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് എന്റെ ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഹല്ലേലൂയ. സമയം തെറ്റിയില്ല, ടൈമിംഗ് മാറിയില്ല. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ പ്രാരംഭത്തിൽ ദൈവം പറഞ്ഞു, ചിലത് ഈ വർഷം ദൈവം ചെയ്തിരിക്കും. താമസമെന്ന് തോന്നുന്നത്, അസാധ്യമെന്ന് തോന്നുന്നത് ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അത്ഭുതം നിനക്ക് വേണ്ടി വെളിപ്പെട്ടില്ലേ? എത്ര പേര് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ദൈവത്തിന് മതി പറഞ്ഞാട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ let us have a thankful heart, hallelujah, in the presence of God and give glory to God, hallelujah. കർത്താവേ, എങ്ങനെയായിത്തീരും, ഇതെങ്ങനെ നീ തീരും? ഹല്ലേലൂയ. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എങ്ങനെ പുറത്തു വരുവാൻ കഴിയും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട വിഷയം കണ്ടവൻ, എന്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തെങ്കിൽ, പ്രിയ ദൈവമേ, ഹല്ലേലൂയ, ഈ വർഷത്തിന്റെ അവസാന 31 ദിവസങ്ങളിലും
ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ. അതല്ലാതെ ഇനി അടുത്ത വർഷം ആഗ്രഹം ഇത്രത്തോളൊക്കെ ആയില്ലയോ, ഈ ഡിസംബർ ആയി എന്ന് പറയുന്നൊരു മനോഭാവം അല്ല നമുക്ക് വേണ്ടത്. കർത്താവേ, നിനക്കത് ചെയ്യുവാൻ കഴിഞ്ഞ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ വാക്കുകളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. അബ്രഹാം വാഗ്ദത്തം പ്രാപിച്ചു. നാം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. 12-ാം അധ്യായം മുതൽ പല പ്രാവശ്യം Abraham heard the promise of God repeatedly in different life circumstances. God talked to him very clearly, personally, as a friend to friend. Hallelujah. ഒരു സുഹൃത്ത് തന്നോട് സംസാരിക്കുന്നത് പോലെ, തന്റെ അടുത്തിരുന്നൊരു വ്യക്തി സംസാരിക്കുന്നത് പോലെ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, അബ്രഹാം വിചാരിച്ചില്ല വാഗ്ദത്തത്തിന്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രോമിസിന്, ഹല്ലേലൂയ, ഇങ്ങനെ ഹല്ലേലൂയ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള, വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ഫേസ് ഉണ്ടെന്ന് അബ്രഹാം വിചാരിച്ചില്ല. Let us read that verse. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 7-8 വാക്യം ആദ്യം വായിച്ചാൽ. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന verse 7 and 8. When Isaac spoke to Abraham his father, I said, my father. And he said, here I am, my son. Then he said, look, the fire and the wood, or where is the lamb for a burnt offering? And Abraham said, my son, God will provide for himself a lamb for a burnt offering. So the two of them went together. Yeah. The same thing just Abraham has said, God will provide. അതിന്റെ വേറൊരു തരത്തിലാണ് അബ്രഹാം പിന്നെ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 13-14 വാക്യം, verse 13 and 14 when we read, there we see the phrase Jehovah Jireh. Praise the Lord. യഹോവ ഇരേ എന്നുള്ള വാക്ക്, the Lord will provide. ഹല്ലേലൂയ. വായിച്ചാൽ 13-14 വാക്യങ്ങൾ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. English, please. Yeah. Then Abraham lifted his eyes and looked, and there behind him was a ram caught in a thicket outside Zorah. So Abraham went and took the ram and offered it up for a burnt offering instead of his son. And Abraham called the place of his. When Abraham called the name of the place, the Lord would provide, as it is said to this day, in the mount of the Lord it shall be provided. Praise the Lord. Hallelujah. ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് നൽകി തരുമ്പോൾ, സ്തോത്രം, ഒരു പ്രോമിസ്, when God is giving us a promise, our whole aim is to reach the end of the fulfillment of that promise. Hallelujah. വാഗ്ദത്ത നിവൃത്തിയോടുകൂടെ നാം സാറ്റിസ്ഫൈഡ് ആണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? നമ്മളൊരു സ്തോത്ര പ്രാർത്ഥനയൊക്കെ നടത്തി ഒരു സാക്ഷിയൊക്കെ പറഞ്ഞ് അതോടെ നാം അത് തരും. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ വ്യാപ്തി അതിനൊക്കെ അപ്പുറത്ത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ നാം ദൈവം നൽകിയ നന്മകളോളം എത്തിയാൽ പോരാ, നാം ദൈവത്തോളം എത്തണം. ദൈവത്തിന്റെ പദ്ധതിയോളം എത്തണം. ഹല്ലേലൂയ. ദൈവം നൽകുന്ന എല്ലാ ദാനത്തിനും പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്. നമുക്ക് ലഭിച്ചതല്ലാതെ നമുക്കൊന്നുമില്ല. ഇത് കിട്ടിക്കഴിയുമ്പം നമ്മളങ്ങ് ബോസ് ആയി മാറരുത്. ഇത് ദൈവത്തിന്റെ ദാനമാണെന്നുള്ള ബോധ്യം, സ്തോത്രം, നമ്മുടെ ജീവിതാവസാനം വരെ നാം കാത്തുകൊള്ളണം. എങ്കിൽ മാത്രമേ ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ ദൈവമഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. കറിവെക്കുന്ന അമ്മച്ചിമാര് പറയും എണ്ണ തെളിയണമെന്ന് പറയും, അല്ലേ? അതാവുമ്പോഴാണ് സംഭവം ഏകദേശം ആയത് എന്ന് പറയുന്നത് പോലെ ദൈവം നൽകിയ അനുഗ്രഹത്തിലൂടെ ദൈവമഹത്വം വെളിവാണ്. ഹല്ലേലൂയ. We are satisfied with the fulfillment of promise, but God would like to have an encounter with you. Hallelujah. ദൈവം ആരെന്ന് നീ അനുഗ്രഹങ്ങളോട് തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം പോകുന്ന ചില അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മെ വഴി നടത്തണം. അബ്രഹാം, he is very satisfied when he received a son of God's promise. വാഗ്ദത്ത സന്താനത്തെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം എന്തായി? അബ്രഹാം he is satisfied, അവന് തൃപ്തിയായി. സ്തോത്രം. പിന്നീട് എന്തില്ല? സ്തോത്രം. നമുക്കറിയാം സ്വാഭാവികമായി സ്തോത്രം
കുഞ്ഞുങ്ങൾ ജനിച്ചാൽ പിന്നെ എന്താണ്? പേരൻസ് വളരെ ബിസിയാണ് അല്ലേ? വളരെ ബിസിയാണ്. ജനിക്കും മുമ്പ് എന്ത് പേരിടും, പിന്നെ ആണാണോ പെണ്ണാണോ എന്ന് അറിയുന്ന സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് സ്തോത്രം പിന്നീട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അല്ലേ നമ്മൾ ഭയങ്കര ബിസിയാണ്. ദ പേരൻസ് ആർ ഗോയിങ് ടു ബി വെരി ബിസി, എസ്പെഷ്യലി വെൻ ഇറ്റ് ഇസ് ഫസ്റ്റ് ചൈൽഡ്. വി ആർ ഗോയിങ് ടു ബി വെരി ബിസി. അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ ആദ്യമായി സ്തോത്രം അവർക്ക് വാഗ്ദത്തമായി ദൈവം നൽകിയ സന്താനത്തെ ലഭിക്കുമ്പോൾ നമുക്കറിയാം. ആ ഒരു കാലഘട്ടം വെച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ച് ചിന്തിച്ചാൽ മതി. സ്തോത്രം, how expectant, how blessed you were and how much rejoicing you are in the presence of God. പക്ഷേ സ്തോത്രം ഇത് സ്വാഭാവികമായി ഉണ്ടായ ഒരു തലമുറയല്ല. സ്തോത്രം, അബ്രഹാമോട് ദൈവം പറയുകയാണ്, നിന്റെ ശരീരത്തിന്റെ നിന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം പറഞ്ഞിട്ടും വിശ്വാസത്താൽ ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ തലമുറയുടെ രൂപത്തിൽ കയ്യിൽ പ്രാപിച്ചപ്പോൾ ദൈവം പറയാ ഇതുപോലെ ഇത്രത്തോളം പോരാ. ഹല്ലേലൂയ, ഇത്രത്തോളം പോരാ. നീ ഞാൻ തമ്മിലുള്ള ബന്ധത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം നീ എന്നെ അറിഞ്ഞാൽ പോരാ, ഇതിനപ്പുറത്തേക്ക് ചില അറിവുകൾ. ഹല്ലേലൂയ, നീ യഹോവ ഈരേ എന്ന് പറയത്തക്ക തരത്തിൽ നിന്റെ വായിൽ നിന്ന് ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് ചില വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ, അത് മോറിയ മലയിൽ കേട്ട് മാഞ്ഞു പോകുന്ന ഒരു ശബ്ദമായിട്ടല്ല, മോറിയ മലയിൽ പ്രതിധ്വനിച്ച് തീർന്നു പോകുന്ന ഒന്നായിട്ടല്ല, തലമുറയായി അനേക തലമുറകൾ ഏറ്റുപറയത്തക്ക തരത്തിൽ ഒരു യഹോവ ഈരയുടെ ശബ്ദം അബ്രഹാമിൽ ഉരുത്തിരിയുവാൻ ദൈവം ആഗ്രഹിച്ചു. എത്ര പേർക്ക് പറയാൻ കഴിയും? കർത്താവേ, ചില വാഗ്ദത്തങ്ങൾ ഞാൻ പ്രാപിച്ചു, ചില അനുഗ്രഹങ്ങൾ ഞാൻ പ്രാപിച്ചു, അത്ഭുതകരമായ വിടുതലുകൾ ഞാൻ പ്രാപിച്ചു. എന്നാൽ ഒന്ന് ചിന്തിച്ച് ദൈവം ആഗ്രഹിച്ച അളവിലേക്ക് അനുഗ്രഹങ്ങളുടെ മഹത്വം ഹല്ലേലൂയ ദൈവത്തിൽ ലഭിച്ചിട്ടുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ആഗ്രഹിച്ച അളവിലേക്ക് അനുഗ്രഹങ്ങൾ എത്തിയിട്ടുണ്ടോ ഇന്നും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം ആത്മീയമായി പല കാര്യങ്ങളിലും വിചിന്തനം ചെയ്തേ പറ്റൂ. ഭൗതിക അനുഗ്രഹങ്ങളെ പലപ്പോഴും നാം പ്രാപിച്ച് നമ്മുടെ കണ്ണങ്ങ് മഞ്ഞളിച്ചു പോകുമ്പോൾ, നമ്മുടെ മിടുക്കെന്ന് നാം വിചാരിക്കുമ്പോൾ ദൈവം കാത്തിരിക്കുക, നീ ദൈവസന്നിധിയിലേക്കൊന്നും മടങ്ങിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാമോട് ദൈവം പറഞ്ഞത്, നിന്റെ മകനെ എനിക്ക് യാഗമാക്കണം. പ്രൈസ് ദി ലോർഡ്. To offer him as a sacrifice on Mount Moriah for God. യാഗം സമർപ്പിക്കുന്ന ആൾക്ക് വേണ്ടിയാണ്. സ്തോത്രം, യാഗം അർപ്പിച്ചാൽ അതിലൊരു അല്പം പോലും മറ്റാർക്കില്ല, സകലവും ദൈവത്തിന്റെ സന്നിധിയിൽ. അതുകൊണ്ട് ഹോമയാഗം എന്ന് പറയുന്നത് സ്തോത്രം ചാമ്പലായി ദൈവത്തിൽ അർപ്പിക്കുക, ഒന്നുമില്ല, ശൂന്യം അവിടെ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിച്ചത് നിനക്ക് ലഭിച്ചതിനെ പൂർണ്ണമായി ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇസ്ഹാക്കിനെ ഇല്ലാതാക്കുക എന്നുള്ള ആരുന്നില്ല ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവത്തിന്റെ ഉദ്ദേശം അബ്രഹാമിന്റെ മനോഭാവത്തിൽ ഒരു മാറ്റമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവിക വാഗ്ദത്തങ്ങളോടുള്ള നിലവിൽ, ഹല്ലേലൂയ, ദൈവിക വാഗ്ദത്തങ്ങളോടുള്ള ബന്ധത്തിൽ അബ്രഹാമിന്റെ മനോഭാവത്തിൽ ദൈവം ഒരു മാറ്റം ആഗ്രഹിച്ചു. God demanded or God wanted an attitude change in the life of Abraham with regard to the promises and the blessings that Abraham is given by God himself. Hallelujah. ദൈവം നൽകിയ അനുഗ്രഹങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ഡെഡിക്കേഷൻ നടത്താറുണ്ട് അല്ലേ? സ്തോത്രം. ഡെഡിക്കേഷൻ പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഇറ്റ് ഈസ് എക്സ്ചേഞ്ചിങ് ദ ഓണർഷിപ്പ് എന്നുള്ളതാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം എനിക്ക് ദാനമായി തന്നു. നാട്ടുകാർ മുഴുവൻ പറയും ഇത് പാസ്റ്റർ ബെൻസന്റെയാ, അല്ലെങ്കിൽ ഇത് ജോയിച്ചാന്റെയാ, ഇത് തോമാച്ചാന്റെയാ, ഇത് അദ്ദേഹത്തിന്റെ എന്ന് പറയും. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ എന്ന് പറയാ, കർത്താവേ ഇതെന്റേതല്ല, നിന്റെ ദാനമായ നിന്റെ മഹത്വത്തിനായി ഞാൻ അതിനെ സമർപ്പിക്കുക എന്ന് പറയുന്നതാണ് ഡെഡിക്കേഷൻ. ഹല്ലേലൂയ. എത്ര മനസ്സിലാവുന്നത് പകൽക്കാലം നമ്മൾ എന്ത് കിട്ടിയാലും ഡെഡിക്കേറ്റ് ചെയ്യല്ലേ? ഹല്ലേലൂയ. എന്ത് കിട്ടിയാലും ദൈവത്തിന് സമർപ്പിക്കും. എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? നമുക്കറിയാം ഇത് നന്ദി തന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇത് അടുത്ത നിമിഷം മുതൽ മുന്നോട്ട് നീങ്ങേണ്ടത് ദൈവത്തിന്റെ പാതയില. ദൈവം നൽകിയ വാഗ്ദത്തം, ഹല്ലേലൂയ, അതിന്റെ ബൗണ്ടറി ദൈവമാണ് നിശ്ചയിക്കുന്നത്, അതിന്റെ വ്യാപ്തി ദൈവമാണ് നിശ്ചയിക്കുന്നത്, അതിന്റെ അറിവ് ദൈവമാണ് നിശ്ചയിക്കുന്നത്, അതിന്റെ ഓണർഷിപ്പ് ദൈവത്തിന്, അധികാരം ദൈവത്തിന്, അതോറിറ്റി ദൈവത്തിന്. അങ്ങനെ പറഞ്ഞുള്ള ഗുണം എന്ന് പറഞ്ഞാൽ hallelujah, God is responsible for that blessing. Hallelujah, as long as it is there. Hallelujah. എത്രത്തോളം ഇതുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ദൈവ തലമുറ ദാനമായി തന്ന ദൈവത്തിന് സമർപ്പിച്ച തലമുറകളെ ഹല്ലേലൂയ പലപ്പോഴും ശത്രു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളയ്ക്കുവാനും വലിച്ചു കൊണ്ടുപോകാനും ശ്രമിച്ചാൽ നിന്റെ ഉള്ളിൽ ഉറപ്പുണ്ടാകണം, അബ്രഹാമിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ.
അബ്രഹാമിന്റെ ദൈവം എന്റെ ദൈവമാണ്. കുഞ്ഞുങ്ങളുടെ ഭാവിയോട് നീ ഭാരപ്പെടുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തോട് നീ ഭാരപ്പെടുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, God would like to have an encounter with you. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് നമ്മളെ ദൈവത്തിന് കിട്ടുന്ന എപ്പോഴാണെന്ന് അറിയാമോ? സ്വന്തം ദൈവത്തിന് അബ്രഹാമിനെ ശരിക്കും വേണമായിരുന്നു. God wanted Abraham. അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹവുമായി ഒറ്റയ്ക്ക് അബ്രഹാമിനെ ദൈവത്തിന് കിട്ടണമായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, വീടിന്റെ മിന്നത്തിന്റെ യാഗം കഴിക്കണ്ട. സ്തോത്രം. നീ എങ്ങോട്ടാ പോണ്ടേ? തനിയെ മൂറിയാളെ ദാസന്മാരെ പോലും കൂട്ടാൻ ദൈവം സമ്മതിച്ചില്ല. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, when God wants to give you an encounter with himself, praise the Lord, ദൈവത്തിന് നീയുമായി ഹല്ലേലൂയ എൻകൗണ്ടർ, ഒരു സ്തോത്രം നമ്മളുമായി ഏറ്റുമുട്ടണമെന്നുള്ള വാക്കല്ല ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. When God would like to have to meet you alone and teach you something, hallelujah, it will typically involve a test. He wants to see and hear more than your raised hands and words. നമ്മൾ കൈവെക്കും, സ്തോത്ര കർത്താവ് പറയും. പാസ്റ്റർ തൊണ്ട കീറി പ്രസംഗിക്കുമ്പോൾ ഒരു സ്തോത്രം പറഞ്ഞില്ല എങ്ങനെ പുള്ളിക്കാരൻ മോശം തോന്നത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈയൊക്കെ പോക്കി സ്തോത്രമൊക്കെ പറയും. പക്ഷെ എന്തെങ്കിലും മനസ്സിലായിട്ടാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ കർത്താവേ എന്നൊക്കെ പറയും. സ്തോത്രം. ഓർക്കുന്ന ഉണർന്നാൽ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് നമ്മള് സ്തോത്രം ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാകും. പക്ഷേ ദൈവത്തിന് അതിലപ്പുറത്ത് നീ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ എടുത്ത തീരുമാനം ഒരു വാക്കായി മാത്രം നിന്നാ പോരാ. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ തീരുമാനവുമായി നീയുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. Test comes to find out if you will put your faith in God's promises into action. Hallelujah. Praise the Lord. നിന്റെ വിശ്വാസം വാക്കിൽ മാത്രം ഒതുങ്ങുന്നതാണോ? നിന്റെ വിശ്വാസം അതിന്റെ മനസ്സിൽ മാത്രം ഒതുങ്ങുന്നതാണോ? നിന്റെ വിശ്വാസം ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കുന്നതിന് വരെയുള്ളൂ, അതോ അതിനപ്പുറത്തേക്ക് നിന്റെ വിശ്വാസത്തിന് ഒരു യാത്രയുണ്ടോ? ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വാസം അതിനപ്പുറത്തേക്ക് സഞ്ചരിച്ചേ മതിയാകൂ. അബ്രഹാമേ, ഇവിടെ കൊണ്ടതിന്റെ മകനെ പ്രാപിക്കുന്നതോടെ തീരുന്നതല്ല, ഇതിനപ്പുറത്തേക്ക് അതിനൊരു വ്യാപ്തി എന്ന ദൈവം വെച്ചിട്ടുണ്ട്. അത് തലമുറയായി സഞ്ചരിക്കേണ്ടതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം പറഞ്ഞ വാക്ക് തലമുറകളേക്ക് എടുത്തു. ഹല്ലേലൂയ. ഇന്നും നമുക്കൊരു ആവശ്യം വന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കരുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നമ്മൾ പലവട്ടം ഉരുവിടാറില്ലേ? യഹോവേ, മോറിയ മലയിലെ യാഗത്തിന്റെ അനുഭവം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഹല്ലേലൂയ, if God was not telling Abraham, God did not tell Abraham hallelujah to take his son and sacrifice him, we would not have been given that wonderful promise. Hallelujah. A wonderful phrase. Hallelujah. What is that? Jehovah Jireh. അത് പറയുമ്പോൾ ഒരു ദൈവകൃപ നമ്മിലേക്ക് ഒഴുകുന്നില്ലേ? ഓ ശൂന്യതയിലും ദൈവത്തിന്റെ കരുതലിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത് ഹല്ലേലൂയ കൃപയാൽ നിനക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നില്ലേ? എന്തുകൊണ്ടെന്നറിയാമോ? ഒരു അനുഭവത്തിൽ ഒരു വിട്ട വാക്കാതാണ്. ഹല്ലേലൂയ. ഒരു അനുഭവത്തിലൂടെ, ഒരു പരീക്ഷയുടെ അനുഭവത്തിലൂടെ, ഒരു തീച്ചുളയിലൂടെ കടന്നു വന്നപ്പോൾ പൊന്നുപോലെ പുറത്തു വന്ന ഒരു വാക്കാണ് യഹോവ. ആരോ പറഞ്ഞു കൊടുത്തത് കേട്ടു പറഞ്ഞതല്ല കേട്ടോ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വന്നതാണ്. ഇന്ന് പകരം എത്ര പേർക്ക് പറയാൻ കഴിയും? പാസ്റ്ററെ, ദൈവ സന്നിധിയിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ചിലത് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ താഴ്വരയിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ഹല്ലേലൂയ എല്ലാം വീട്ടായപ്പോൾ ദൈവം തന്നെ എനിക്ക് വെളിപ്പെടുത്തിയ ചില വചനങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിന് ഉച്ചത്തിൽ പറഞ്ഞ യാത്രയുടെ യാമങ്ങളിൽ നിലവിളിച്ചു പറഞ്ഞത് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള അനുഭവങ്ങൾ, നീ പറഞ്ഞ വാക്കുകൾ നിന്റെ അതിരത്തിൽ മാത്രമല്ല, നിന്റെ തലമുറകളുടെ അതിരത്തിലൂടെ ദൈവം അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഈ പരീക്ഷാ ഘട്ടത്തിലൊരു കാര്യമുണ്ട്. Your test will often involve a scenario that is contradictory to your logic or reason. നമ്മുടെ മാനുഷികമായ ബുദ്ധിക്ക് നിരക്കുന്നതല്ല പലപ്പോഴും പരീക്ഷാ ഘട്ടങ്ങളിൽ സംഭവിക്കുന്നത്. ആളുകളുടെ അഭിപ്രായമൊക്കെ മാറി നിൽക്കും. ആളുകളുടെ നമ്മളുടെ തന്നെ അഭിപ്രായം, നമ്മളുടെ തന്നെ റെസ്പോൺസ്, നമ്മളുടെ തന്നെ ഐഡിയാസ് ഒക്കെ മാറി നിന്നിട്ട് ദൈവം താൻ വെളിപ്പെടുന്ന ഒരു രീതി. ഹല്ലേലൂയ. നമ്മൾ അബ്രഹാമിനെ അത്ഭുതമായി, എനിക്ക് ലഭിച്ച ഈ ഒറ്റ മകൻ, മറ്റൊന്നും എനിക്ക് ഓപ്ഷൻ ഇല്ല, ഈ ഒറ്റ സന്താനമാണ്. ഹല്ലേലൂയ. എന്നാൽ അതിനെ കൊണ്ട് മോറിയ മല കയറുമ്പോൾ അബ്രഹാം വിചാരിക്കുക, ഞാൻ എന്ത് ചിന്തിച്ചാണ് പോയത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, God may ask you to do something that seems go against everything in you. Hallelujah. Even when everything inside you is fighting against you to do that. Praise the Lord.
നമുക്കുള്ളവരും നമ്മുടെ കൂടെ നിൽക്കുന്നവരും സ്തോത്രം അഭിപ്രായം പറയാൻ നമ്മൾ അഡ്വൈസിന് പോകുന്നതിലൊക്കെ എതിര് പറഞ്ഞാലും ദൈവം പറയും നീ മുന്നോട്ട് പോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നീ മുന്നോട്ട് പോ. കാരണം എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് ആ വിഷയത്തിൽ വേണ്ടത്. കാരണം ഞാൻ പണിയുവാൻ ആഗ്രഹിക്കുന്നത് നിന്നെയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പണിയുവാൻ ആഗ്രഹിക്കുന്നത് നിന്നെയാ. ഞാൻ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിന്നെയാ. ഹല്ലേലൂയ. We often give God partial opinion. നമ്മൾ ഒരു പരിധി വരെയൊക്കെ എത്തിയിട്ടുണ്ടാകാം. അനുസരണത്തിന്റെ ഏതൊക്കെയോ കോണുകളിൽ നാം എത്തിയിട്ടുണ്ടാകാം. ദൈവം പറയുകയാ, നീ പൂർണ്ണമായി എന്നെ അനുസരിപ്പാൻ, പൂർണ്ണമായി വിശ്വാസം എന്നിൽ അർപ്പിക്കുവാൻ. ഹല്ലേലൂയ. എല്ലാം തിരുവനന്തപുരത്ത് എല്ലാവരും ഫുൾ സ്റ്റോപ്പ് പറയുന്നിടത്ത് എല്ലാ റിപ്പോർട്ടും നിനക്കെതിരാകുന്ന സമയത്ത് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. There is a God who can do everything for me. Hallelujah. Praise the Lord. എല്ലാം എനിക്കായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. നിന്റെ ബുദ്ധിക്ക് അപ്പുറമായി, ഹല്ലേലൂയ, ബുദ്ധിക്ക് അപ്രാപ്യമായത്, അഗോചരമായത്, നീ ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തത്, ഹല്ലേലൂയ, പ്രാപിപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, the reason God puts you on a trial doesn't make sense many times. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിചാരിക്കും ദൈവം എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തത്, ഈ ഒരു അവസ്ഥയിലൂടെ പോയാലൊക്കത്തുള്ളൂ. എന്നാൽ ഹല്ലേലൂയ, God would like to feel your love. ഹല്ലേലൂയ. ദൈവത്തിന് നിന്റെ സ്നേഹം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അവരോട് അനുഭവിച്ചറിയുന്നുണ്ട്. But God would like to see how much you love him. Hallelujah. How much you put your faith on him. Hallelujah. How much you put your faith on his word. ദൈവത്തിന്റെ വചനത്തിൽ എത്രത്തോളം നിങ്ങൾ ആശ്രയം വെക്കുന്നു. Hallelujah. You will see the resolution of your test. Hallelujah. Praise the Lord. And the fruition when you have a complete obedience in the presence of God. പൂർണ്ണമായി ദൈവത്തിൽ നാം അനുസരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വാസം നാം അർപ്പിക്കുമ്പോഴാണ് അനുഗ്രഹത്തിന്റെ പൂർണ്ണത നമുക്ക് കാണുവാൻ കഴിയുന്നത്, വാഗ്ദത്തത്തിന്റെ പൂർണ്ണ നിവൃത്തി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാഗ്ദത്തം, ഹല്ലേലൂയ, അതെപ്പോഴും ഉടമ്പടി പറഞ്ഞിരിക്കുന്നത്. It is always confirmed with an oath. Hallelujah. Praise the Lord. God's promises are confirmed by his oath. നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. Praise the Lord. God uses just to bring about his promises through his oath. ദൈവത്തിന്റെ വാഗ്ദത്തം, ഹല്ലേലൂയ, പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ഒരു ഉടമ്പടി. God's promise always comes with a covenant. ദൈവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേൽ, when you look into the history of Israel, whenever God would like to make a promise to the people of Israel, he always said an oath. Hallelujah. Praise the Lord. ഒരു ഉടമ്പടി ഉണ്ട്. Always as a condition. Hallelujah. നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. Praise the Lord. Hallelujah. എന്നിട്ട് ദൈവം ഇത് മാറുകയല്ല, ദൈവം കാത്തിരിക്കുകയാണ്. Praise the Lord. Hallelujah. ഒരു ഉടമ്പടി രണ്ട് പാർട്ടിയാണുള്ളത്. സ്തോത്രം അല്ലേ? ഉഭയസമ്മതത്തിൽ അല്ലെങ്കിൽ ഉടമ്പടി കവനന്റ്, അത് ആരാ ഉള്ളത്? രണ്ടുപേരുണ്ടല്ലേ. ഒരാൾക്ക് തന്നെ ഉടമ്പടി എടുക്കാൻ പറ്റുന്നില്ല, ഒരാൾക്ക് തന്നെ ഉഭയസമ്മതം പറയാൻ കഴിയത്തില്ല. സ്തോത്രം. ഇതിലെല്ലാം എല്ലാ കവനന്റിലും രണ്ടുപേരും കാണും. സ്തോത്രം. ദാറ്റ് ഈസ് ടു പാർട്ടീസ്. പഴയ നിയമത്തിലൊക്കെ ഉടമ്പടി എടുക്കുന്നത് ഒരു മൃഗത്തെ രണ്ടായി മുറിച്ചിട്ട് അതിന് നടുക്കൂടെ ഒരു പാസ് ചെയ്യും. സ്തോത്രം. രക്തത്താൽ ഉടമ്പടി അവർ ചെയ്യുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇതിന് മാറ്റമില്ല. സ്തോത്രം. ലാബാൻ യാക്കോബിന്റെ പിന്നാലെ വന്നപ്പോൾ ദൈവം പറഞ്ഞു ഒരു ഉടമ്പടി ചെയ്യണം. ഹല്ലേലൂയ. ഗുണമെങ്കിലും ദോഷമെങ്കിലും നീ എന്റെ മകനായ യാക്കോബോട് ചെയ്യാൻ പാടില്ല. ദൈവം ഉടമ്പടി ചെയ്യിപ്പിച്ചിട്ടാ ലാബാനെ മുന്നോട്ട് വിട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവം നമ്മോടെല്ലാം ഉടമ്പടി ചെയ്യുന്നു. നീ എന്റെ നാമത്തെ പിൻപറ്റിയതുകൊണ്ട്, നീ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചതുകൊണ്ട്, നീ ഒറ്റയ്ക്ക് ചില വിഷയങ്ങൾക്ക് വേണ്ടി നിലനിന്നതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ നിലനിൽക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ, കർത്താവേ എനിക്ക് വേണ്ടി ഹല്ലേലൂയ നിലകൊള്ളുന്ന ദൈവമുണ്ട്. ആരൊക്കെ മാറിപ്പോയാലും ഹല്ലേലൂയ. അബ്രഹാമിന് ഉറപ്പുണ്ടായിരുന്നു. അബ്രഹാമിനെ നാം കാണുന്നുണ്ട്. അബ്രഹാമിന്റെ മനസ്സിലൂടെ കടന്നുപോയ ആ ഒരു മനോഭാവം, അബ്രഹാമിന്റെ മനസ്സിലൂടെ മോറിയാമല ചവിട്ടി കയറുമ്പോൾ അബ്രഹാമിന്റെ മനസ്സിലൂടെ പോയ ആ ചിന്തയെ ഇബ്രാഹിം കർത്താവ് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇബ്രാഹിം കർത്താവ് കടന്നാ പറഞ്ഞിരിക്കുന്നത്. He traveled ahead and told us. എന്താ വിശ്വാസത്തിൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാൻ കൊണ്ടുപോയെന്നല്ല എഴുതിയിരിക്കുന്നത്, ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നാം ചെയ്ത ചില കാര്യങ്ങൾ, സ്തോത്രം, ദൈവം അതിന്റെ അവസാനത്തിലേക്ക് എത്തിച്ചില്ലെങ്കിലും നാം അത് ചെയ്തതുപോലെ ദൈവത്തിന്. ഹല്ലേലൂയ. എത്ര ഞാൻ പറഞ്ഞത് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ചില കാര്യങ്ങൾ നാം എടുക്കുന്ന ചെറിയ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് ദൈവത്തിന് വലിയ കാര്യമാണ്. പലപ്പോഴും നമ്മൾ അത് സിമ്പിൾ അല്ലേ, അത് ആരും വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചെയ്ത് ഉടമ്പടി വെച്ച്, കർത്താവേ ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തതാ, എനിക്കിൽ നിന്ന് മാറുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നീ യാത്ര തിരിച്ചേ ഉള്ളായിരിക്കും. ഹല്ലേലൂയ. നീ അതിന് വാക്ക് കൊടുത്തേ ഉള്ളായിരിക്കും. പൂർണ്ണമായി ഒരു വിഷയത്തിന് മനസ്സ് വെച്ചേ ഉള്ളായിരിക്കും. എന്നാൽ ദൈവം അതിനെ കണക്കാക്കുന്നത് നോക്കിയ പരിശുദ്ധമായി അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അത് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നുമല്ല. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് he had sacrificed. ഹല്ലേലൂയ. he offered up Isaac എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ മകനെ സമർപ്പിച്ച് കഴിഞ്ഞ് ദൈവത്തിന്. സ്തോത്രം. വീട്ടിൽ നിന്ന് തീരുമാനമെടുത്ത ഇറങ്ങിയത്. സ്തോത്രം. ഹല്ലേലൂയ. മോറിയ മലയുടെ മലമുകളിൽ ആട്ടുകൊട്ടിനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. അബ്രഹാമിന് അറിയാം God will provide. സ്തോത്രം. But it is not our job to do a research on how God is providing. We have to just believe in your heart God is going to provide. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ചിലർ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. കർത്താവിനെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. കർത്താവിനെ വിടുവിക്കും. കർത്താവിനിക്ക് വേണ്ടി ഇത് കരുതും. ഹല്ലേലൂയ. കർത്താവിനിക്ക് വേണ്ടി അത് നൽകി തരും. കർത്താവിനിക്ക് വേണ്ടി അത് ചെയ്യും. ഹല്ലേലൂയ. എത്രവർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം പറഞ്ഞു God will provide. ഹല്ലേലൂയ. എങ്ങനെയെന്ന് അറിയത്തില്ല, പക്ഷേ അത് സ്റ്റേറ്റ്മെന്റ്, that is a complete statement. ദൈവത്തെ സൗഖ്യമാക്കും. എങ്ങനെയെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ഡോക്ടർമാർ പറയുന്നത് ഈ ലോകത്തിന് ചികിത്സയില്ല. ഹല്ലേലൂയ. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അനേകർ പറയുന്നത് എനിക്കെന്നെ സഹായിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടെ ഒരു ദൈവം പറയുക, ദൈവം എന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. ദൈവം എന്നെ വിടുവിക്കും. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും. എത്ര പേർക്ക് പകൽക്കാലം പറയാൻ കഴിയും? ഹൃദയത്തിന്റെ ആളുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ ഹൃദയത്തോട് ഇടപെടുക. നീ ആരോട് പറഞ്ഞ വിഷയമായിരിക്കുന്നില്ല. എന്റെ പകൽക്കാലം എന്റെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇത് ചെയ്യും. ഹല്ലേലൂയ. ദൈവം പറയുകയാ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി അത് കരുതി കഴിഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടി ആ സൗഖ്യത്തെ അയച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുവാൻ വേണ്ടി ദൈവം കാത്തിരുന്നത്. കൂടാരത്തിലിരുന്നാൽ അബ്രഹാം ഇത് പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മകനെ ലാളിച്ചുകൊണ്ട് അതിനകത്തിരുന്നാൽ അവനത് പറയാൻ കഴിയത്തില്ല. എന്നാൽ നെരിപ്പോട് പോലെ കത്തുന്ന ഹൃദയവുമായി മോറിയാമല ചവിട്ടിക്കറിയപ്പോൾ മകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പ തീയുടെ പിറകുണ്ട്. ഈ യാഗ വസ്തുവിടെ അബ്രഹാമിന്റെ ഹൃദയം ഉരുത്തിരിഞ്ഞ വാക്കാ. ദൈവം താൻ തനിക്ക് ഹോമയാഗത്തിന് കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ആട്ടുകുട്ടിയെ നോക്കിക്കൊള്ളും. എത്ര പകരം പറയാൻ കഴിയും? ഹല്ലേലൂയ. ചോദ്യങ്ങൾ അനവധിയുണ്ട് പ്രിയമുള്ളവരെ. തലമുറയുടെ ചോദ്യങ്ങളുണ്ട്, നാട്ടുകാരുടെ ചോദ്യങ്ങളുണ്ട്, വീട്ടുകാരുടെ ചോദ്യങ്ങളുണ്ട്, കുടുംബത്തിനകത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളുണ്ട്. എന്നാൽ വിശ്വാസത്തിന്റെ വാക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. ശാപവാക്കുകളല്ല, പരാജയത്തിന്റെ വാക്കുകളല്ല. ഹല്ലേലൂയ. ഇന്ന് മഴക്കാലം ദൈവത്താൽ ഹല്ലേലൂയ സംഭവിക്കുമെന്ന് വിശ്വാസത്തോടെ പറയുവാൻ നമുക്ക് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ ചില ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. ഈ വർഷക്കാലം കഴിഞ്ഞ 11 മാസവും ദൈവജനം ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തെ ആരാധിച്ചാട്ട് പറഞ്ഞ കർത്താവേ, കഴിഞ്ഞ 11 മാസം നീ ചെയ്തെങ്കിൽ ഈ അവസാന മാസവും നീ എനിക്ക് വേണ്ടി ചെയ്യും. പോലെ വിളിച്ചു വരുന്നവന്റെ സന്നദ്ധയിൽ ആയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ബലപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പറയുക. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ യാഗം അർപ്പിച്ചു. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കണം. വായിച്ചങ്ങനെ വിടരുത്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് ഞാൻ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചതാണ്. അതുകൊണ്ട് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ വീണ്ടും എഴുതിയിരിക്കുക, തന്റെ ഏകജാതനെ അർപ്പിച്ചു. 2 പ്രാവശ്യം he offered. ഇത് പറയുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്നെണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാൽവറിയുടെ ഒരു ഡെമോ
ദൈവം മോറിയായിട്ട് ചെയ്തവരാണ്. ഹല്ലേലൂയ. അബ്രഹാമേ, നിന്റെ സന്തതി, ആത്മീക സന്താനങ്ങൾ ഇങ്ങനെയാണ് പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ ഓർക്കുവാൻ പോകുന്നത്. ഓ, അബ്രഹാമിന് ലഭിച്ച ആത്മീയ കാഴ്ചപ്പാടതാ. ഹല്ലേലൂയ. മോറിയ മലയിൽ ഹല്ലേലൂയ യഹോവ കരുതിയ ഒരു കോലാട്ടുകൊട്ടിനെ മാത്രമല്ല അബ്രഹാം പ്രാപിച്ചു. He did not just received a ram. അതല്ല, അത് മാത്രമല്ല അബ്രഹാം പ്രാപിച്ചത്. അബ്രഹാമിന്റെ ആത്മീയ കാഴ്ചപ്പാട് വർദ്ധിച്ചു. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, ചാരത്തിൽ നിന്ന് പോലും സന്തതിയെ ഉൽപ്പാദിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം അതൊരാത്മീയ സത്യം തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാം കണ്ടത് നിർജീവമായ സാറയുടെ ഗർഭപാത്രത്തിൽ അവന് സന്താനമുണ്ടായെങ്കിൽ, ഹല്ലേലൂയ, അബ്രഹാം വിശ്വസിച്ചു, ചാരത്തിൽ നിന്ന് പോലും എനിക്ക് സന്താനത്തെ ഉൽപ്പാദിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, യാഗം അർപ്പിക്കുവാൻ അബ്രഹാം 100% റെഡിയായിരുന്നുള്ളതാണ്. ഹല്ലേലൂയ. അതിന് അവരുടെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ദൈവം. ഇത് പകൽക്കാലം കാലസമ്പൂർണത വന്നപ്പോ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഗലാത്യർ 4-ാം അധ്യായം 4 Galatians 4:4. We read that verse like this. When the fullness of time has come. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവത്തിൽ പറഞ്ഞാണ്, കർത്താവേ, നിന്റെ സമയത്ത് നീ എനിക്ക് വേണ്ടി സകലവും നിവർത്തിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന് ആ നിവർത്തിക്കപ്പുറത്താണ് ഒരു ദൈവിക മഹത്വം വെളിപ്പെടുന്ന ആഗ്രഹമുണ്ട്. ഇന്ന് നാം പ്രാപിച്ച നന്മകളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം പെൻഡിങ്. ഹല്ലേലൂയ. ഇന്ന് നാം പ്രാപിച്ച പല അനുഗ്രഹങ്ങളുടെ മേൽ, many of the blessings, many of the prayer answers, many of the deliverance, hallelujah, many of the promise fulfillment that we have received from God's presence, hallelujah, yet to be fulfilled, the glory of God upon that, hallelujah. Praise the Lord. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം കണ്ണുകളുടെ ദിവസം കാണാച്ചാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വാക്ക് നിനക്ക് അനുകൂലമായി വെളിപ്പെട്ടാൽ, ഹല്ലേലൂയ, ഒരു ശക്തിക്ക് നിനക്ക് പ്രതികൂലമായി കഴിയത്തില്ല. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവർ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകയുടെ പ്രാപിക്കും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ചില ബഹുമാനങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്കായി കരുതി ചിലത്. Oh, hallelujah. Praise God. That's why I said in the beginning, the promise has always a spiritual fulfillment. Hallelujah. Even if it is material blessing. Hallelujah. ഭൗതിക നന്മയാകാം, പക്ഷെ അതിന്റെ അപ്പുറത്തായി ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ചിലതുണ്ട്. ആ ജീവിതം പ്രാപിക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, വാഞ്ചിക്കുന്നുണ്ട്, ഈ ലോക ജീവിതത്തിൽ പ്രാപിക്കുന്നുണ്ട്. നാം തൃപ്തി അടയരുത്. ഹല്ലേലൂയ. അങ്ങേക്കരയിൽ നാം നേടിയതെന്ന് അറിയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിനായി നമ്മെ നമ്മുടെ തലമുറകളെ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളുടെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം ദിവസം എന്ന് പറയുന്ന കർത്താവേ, നീ നൽകിയ അനുഗ്രഹങ്ങൾ ഒത്തിരിയുണ്ട്. ഓ ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാനുണ്ട്. എന്നാൽ അങ്ങ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് ആ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ എത്തിക്കണം. ഹല്ലേലൂയ. ഇവിടെ കൊണ്ട് തീർന്നാ പോരാ. ഓ, ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്തതോടെ ഹല്ലേലൂയ ഞാനും നീയുമായുള്ള ഇടപാട് തീരുന്നില്ല കർത്താവേ. ഹല്ലേലൂയ. നിത്യത നിലനിൽക്കുന്ന ആ ബന്ധത്തിന് വേണ്ടി നിന്നെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ, ഓ, അതിന്റെ പൂർണ്ണതയും അതിനെ ഉൾക്കൊള്ളുവാൻ, ഹല്ലേലൂയ, to understand the fulfillment of promise in the fullness of what God wants me to be. Hallelujah. Praise the Lord. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനായി നമ്മെ തന്നെ അബ്രഹാമിനെ പോലെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. യഹോവ ഇരേ നമുക്ക് പറയാം. ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങളുടെ മേൽ യഹോവ ഇരേ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോകാവൂ. ഹല്ലേലൂയ. ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ യഹോവ ഇരേ എന്ന് പറഞ്ഞിട്ടേ പോകാവൂ. വരും ദിവസങ്ങളിൽ നിനക്കായി ആ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാവുന്നത് കാണുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. അതിനായി നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, നന്ദിയോടെ അടിയങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ആഴ്ചയുടെ 1-ാം ദിവസം അടിയങ്ങൾക്ക് തിരുസന്നിധിയായി ഇവിടെയാക്കിയ എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾ കടന്നു വന്ന നമ്പുകൾ
ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഇവിടെയാക്കി എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. അത് പാടി ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾക്കിടയാക്കിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദാസനെ അതിനായി ബലപ്പെടുത്തിയല്ലോ. അടിയങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ ദൈവസന്നിധിയിൽ മനഃപ്പാഠവാക്യങ്ങളെ ഉച്ചരിപ്പാൻ ദൈവം കൃപ കൊടുത്തല്ലോ. ദൈവരെ കരുതിക്കൊള്ളേണം, കാത്തുകൊള്ളേണം, കൃപയിൽ സൂക്ഷിച്ചുകൊള്ളേണം. അവിടുത്തെ ആകർഷണവരെയും പൊതിഞ്ഞു കർത്താവിന്റെ ഇതും പോലെ ജീവിപ്പാൻ അവരെ കർത്താവ് നിയന്ത്രിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, സാക്ഷ്യങ്ങളിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച് എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവെ നിന്റെ ഹിതം പോലെ അവരുടെ നന്മകളാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നോട് യാചിക്കുന്നവർക്ക് ദൈവം തന്നെ നന്മകളെ നൽകി അനുഗ്രഹിക്കുന്ന കർത്താവായ അവിടുത്തെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ സഭയായി ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിക്കാത്ത കർത്താവെ നന്ദിയോടെ സ്തോത്രം. ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം. കർത്താവെ, ദൈവം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആളുകൾ കർത്താവിന്റെ ഹിതം പോലെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ ഞങ്ങളെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ഹിതം പോലെ അവിടുത്തെ കാഴ്ചയോട് തന്നെയായി ജീവിപ്പാനുള്ള കൃപ തന്ന് ഞങ്ങളെ നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാകയാൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നപ്പ കരം പിടിച്ച് ഞങ്ങളെ നടത്തിക്കൊള്ളണമേ. വഴിയുള്ള ലോകത്തിൽ അവിടുത്തെ കൃപയിൽ കൃപ ഞങ്ങൾക്ക് തന്നു അടിയങ്ങളെ നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ മുറ്റുമായി ദൈവങ്ങളെ കേൾപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ യാത്രയാകുന്ന എല്ലാ ദൈവങ്ങളെ മോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉദ്ദേശ സ്ഥാനങ്ങളിൽ കൃപയിൽ സൂക്ഷിച്ചുകൊള്ളുമാറാകണമേ. രക്തോളങ്ങളെ പൊതിഞ്ഞുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം ദൈവങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഞങ്ങളോട് കൂടെയുള്ള ദൈവമാകയാൽ അങ്ങയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പിന്നെയും ഞങ്ങളെ സമർപ്പിക്കുന്നു. സഭയായി ഞങ്ങളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചത്തെ ദിവസത്തെ യോഗങ്ങളിൽ കർത്താവിന്റെ മഹാസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന കർത്താവെ, ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയും ദൈവം തന്നെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കൊച്ചുമക്കളെയും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സുഗ്രാഹ്യമായി മണത്തവരെ ആകർഷണ വരെ സൂക്ഷിച്ചുകൊള്ളുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എന്റെ ദൈവത്തെ പ്രതിബിംബിക്കുന്നവരായി അവിടുത്തെ കാഴ്ചയോട് തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാനുള്ള കൃപ കൊടുത്തവരെ ഓരോരുത്തരെയും സഹായിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാവിധ വിഷയങ്ങളും ദൈവങ്ങളെ കേൾപ്പിക്കുന്ന കർത്താവ് നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവങ്ങളെ പിന്നെയും സമർപ്പിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ചാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലിയുടെ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. ആമേൻ. മനസ്സലിയുടെ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴിനടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മോട് നമ്മൾക്ക് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ദൈവസഭയിലെ എല്ലാ ഭവനങ്ങളോടും ലോകപടമാരുടെ കൂടെ കർത്താവിന്റെ നാമം എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം പലകാലം ചെയ്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വരണമേ. ദൈവം നമ്മെ എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ.